ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രിയങ്കയോട് വ്യക്തമായിട്ട് പറയാം. എന്റെ കുഞ്ഞിനെ ഇനി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ അതിന്റെ പ്രതികരണം വളരെ രൂക്ഷമായിരിക്കും. പോയിക്കോളം പറഞ്ഞില്ലേ, പിന്നെന്താ? സർ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? മറ്റൊരാളെ കളിയാക്കുന്നതാണോ അബദ്ധം? അത്തരം അബദ്ധങ്ങളൊന്നും ക്ഷമിച്ച് ഞങ്ങൾക്ക് ശീലമില്ല. പ്രിയങ്ക, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ശ്രമിച്ചത്? രാധിക ഈ സിനിമയിൽ പാടാതിരിക്കുന്നതിന്. സ്വന്തം കഴിവുകൾക്ക് അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോ ഏറ്റവും ആദ്യം അഭിനന്ദിക്കാനുള്ള മനസ്സുകൂടി നമ്മൾ കാണിക്കണം. മനസ്സിലായോ തനിക്ക്? ഞാൻ എങ്ങനെ വേണമെങ്കിലും മാപ്പ് ചോദിക്കാം. സിനിമ എന്റെ സ്വപ്നമാ സർ. ഇവിടുന്ന് പുറത്തിറക്കി വിട്ട ചത്ത് കളയാനേ എനിക്ക് പറ്റും. ഇവിടുന്ന് പുറത്തിറക്കി വിട്ടാ നീ പിന്നെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് ആര് നോക്കാനാ? പിന്നെ നീ ചത്തതിന്റെ പേരില് ആരെങ്കിലും അന്വേഷിച്ചു വന്നാ കാണിച്ചു കൊടുക്കാനുള്ള തെളിവ് ഇവിടെ ഉണ്ടല്ലോ. പ്രിയങ്ക, താൻ ഇതിനു വേണ്ടി ഇനി വെയിറ്റ് ചെയ്യണ്ട. ഞങ്ങൾ ഈ തീരുമാനം മാറ്റില്ല. സർ, സർ പ്ലീസ് സർ, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇത്രയും നേരം ഷൂട്ടിംഗ് മുടങ്ങിന്റെ നഷ്ടം എത്രയെന്ന് വെച്ചാ അതുപോലെ ഞാൻ തരാൻ തയ്യാറാ. സർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം സർ. നീ കാല് പിടിച്ച് മാപ്പ് ചോദിക്കേണ്ടത് ആ പാവം പെൺകുട്ടിയോടാ, രാധികയോട്. ഒരു കാര്യം ചെയ്, ആ പെൺകുട്ടി നിനക്ക് മാപ്പ് തരാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ പരിഗണിക്കാം. സാർ, അത് വേണം. ആദ്യം പോയി മാപ്പ് പറയട്ടെ. എന്തായാലും കാശ് കുറെ ചെലവാക്കിയതല്ലേ, നടന്നു പോവാണെങ്കിൽ അങ്ങ് പോട്ടെ. ചേച്ചി, 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 ചേച്ചിനോട് ക്ഷമിക്കണം. ഈ നിൽക്കുന്ന നിന്റെ ചേച്ചിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? ഇത്രയും സമയം നീ ഇവിടെ ആരോടും അത് പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ ആയ നിന്റെ കാല് തുടയ്ക്കാനുള്ളത്, നിന്റെ ചെരുപ്പ് തുടയ്ക്കാനുള്ളത്. അങ്ങനെയല്ലേ രാധിക നീ ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ചേച്ചി, എന്നെ എങ്ങനെ വേണമെങ്കിലും ചേച്ചി ശിക്ഷിച്ചു. പക്ഷെ ഇവിടെ നിന്നെ പുറത്തിറക്കി വിടരുത്. പുറത്തിറക്കി വിട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അത് വല്ലാത്തൊരു ഭീഷണിയാണല്ലോ. രാധിക മോൾക്ക് ടെൻഷൻ ഉണ്ടാക്കാൻ അത് ധാരാളം മതി. പക്ഷേ ഇക്കാര്യത്തിൽ നിന്നോട് ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ല മാഡം, അവൾ എന്നെ എന്ത് ചെയ്താലും അവൾ എന്റെ അനിയത്തിയല്ലേ. അവൾ എന്നെ എത്ര വെറുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അവളുടെ തെറ്റിന് അവള് പശ്ചാത്തപിച്ചല്ലോ.
രാധികെ, നീ വെറുതെ അബദ്ധം കാണിക്കരുത്. എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാലോ. അച്ഛനോടും അമ്മയോടും എനിക്കുള്ള കടപ്പാട് ചെറുതൊന്നുമല്ല. ഇവൾക്കൊരു തെറ്റ് പറ്റിയാലും മാപ്പ് കൊടുക്കേണ്ടത് എന്റെ ചുമതലയാണ്. താങ്ക്സ് ചേച്ചി. ഇനി ചേച്ചിയോട് ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. അതിലെനിക്ക് വിശ്വാസമൊന്നുമില്ല. നീ എന്നെ എത്ര ചവിട്ടി അരച്ചാലും അതിലെനിക്ക് ഒരു ഒരു പരാതി ഇല്ലാത്തതുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഫിദ മാഡം, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇവൾക്ക് വേണ്ടി ഇതിപ്പോ ചെയ്തേ പറ്റൂ. കേട്ടു പ്രിയങ്ക, മനുഷ്യത്വം എന്താണെന്നുള്ളതാ അവളിപ്പോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈയൊരു തെറ്റ് അവൾ നിന്നോട് ക്ഷമിക്കുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രിയങ്കയോട് വ്യക്തമായിട്ട് പറയാം. എന്റെ കുഞ്ഞിനെ ഇനി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ അതിന്റെ പ്രതികരണം വളരെ രൂക്ഷമായിരിക്കും. ഒരിക്കലും പൊറുക്കില്ല ഞാൻ. സർ, ഇപ്പൊ ഇവിടെ സംഭവിച്ചത് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മറ്റാരും അത് അറിഞ്ഞിട്ടില്ല. ആരോടും പറയരുത്. പ്രിയങ്കയ്ക്ക് മാപ്പ് കൊടുക്കണം. സർ പ്ലീസ്. ഓക്കെ, രാധിക പറഞ്ഞതുണ്ട്. പ്രത്യേകിച്ച് രാധിക ശ്യാമ മേഡത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായതുകൊണ്ട് ഒരേ ഒരു തവണത്തേക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അഭിനയിക്കുന്ന ഓരോ നിമിഷവും അത് രാധികയുടെ ദാനമാണെന്ന് പ്രിയങ്ക മനസ്സിലാക്കണം. മനസ്സിലായോ?